ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഈ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ശമ്പളം വാങ്ങുന്നുണ്ടല്ലേ, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ അത് ഫിനിഷ് ആവുന്ന ഒരു അവസ്ഥ. ഇതിലൂടെയാണ് മിക്കവാറും എല്ലാവരും കടന്നു പോകുന്നത് അല്ലെ. പേ ടു ചെക്ക് ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം എന്നുള്ളതിനെ കുറിച്ചാണ്. മാസത്തിന്റെ ആദ്യ ദിവസം ശമ്പളം നമ്മുടെ അക്കൗണ്ടിൽ വരും. പക്ഷെ 15-ാം തീയതി ആകുമ്പോഴേക്കും അക്കൗണ്ട് ശൂന്യമാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾ കഠിനമായി ജോലി ചെയ്യുന്നു, നല്ല ശമ്പളവും ലഭിക്കുന്നു. പക്ഷെ മാസം കഴിയുന്നതിന് മുന്നേ പണം തീരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ശമ്പളത്തിലാണോ? ഒരിക്കലും അല്ല. പലപ്പോഴും പ്രശ്നം നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. അത് ശക്തമായ ഒരു കഥ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിന്റെ അവസാനത്തെ പാഠം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ മാറ്റുന്ന കാര്യങ്ങളാണ് അവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. ഒരേ ശമ്പളം വാങ്ങുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥ, രണ്ട് ജീവിതങ്ങൾ. അരുണും ഫൈസലും ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ഒരേ സാലറി വാങ്ങുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അരുണിന്റെ ബാങ്കില് നല്ലൊരു സേവിങ്സും കുറച്ച് നിക്ഷേപവും ഒക്കെ അവനുണ്ടായി. പക്ഷെ ഫൈസല് ഓരോ മാസവും കടം വാങ്ങി ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഫൈസൽ നമ്മുടെ അരുണിനോട് ചോദിക്കുകയാണ്, ഞാനും നീയും ഒരേ സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്, നിനക്ക് എങ്ങനെ ഇത്രയും സേവ് ചെയ്യാനും ഇത്രയും നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ നിനക്ക് കഴിയുന്നത്? അരുൺ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ശമ്പളം വാങ്ങുന്നില്ല, പകരം ഞാൻ എന്റെ ഭാവിയെ വാങ്ങിക്കുന്നു. ഇത് കേട്ട് ഫൈസലിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ അരുൺ വിശദീകരിച്ചു കൊടുത്തു, എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ ഞാൻ അതിന്റെ ഒരു 15% സേവിങ്സിനായിട്ട് മാറ്റിവെക്കും. അതിനുശേഷം എത്രയുണ്ടോ അതാണ് എന്റെ ചെലവ് എന്ന് പറയുന്നത്. ഫൈസൽ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു. ആദ്യം ചെലവ്, ഷോപ്പിംഗ്, ഓൺലൈൻ ഓഫറുകൾ, ഫുഡ് ഡെലിവറി, പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ. അവസാനം ഈ മാസം ഒന്നും ബാക്കിയില്ല. അതായിരുന്നു ഫൈസലിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. വർഷങ്ങൾ കടന്നു പോയപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങളിലാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുക. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സാലറി കൊടുക്കുക. അതാണ് നമ്മുടെ ആ സേവിങ്സ് എന്ന് പറയുന്നത്. മിക്ക ആളുകളും എന്താ പറയുന്നത്, ബാക്കി വന്നാൽ ഞാൻ സേവ് ചെയ്യാം, അങ്ങനെയാണല്ലേ. പക്ഷെ ഒരിക്കലും ബാക്കി വരാറില്ല. അതുകൊണ്ട് ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പണം കടന്നു വരുമ്പോൾ തന്നെ ഒരു 15% അതിൽ നിന്ന് നിങ്ങൾ സേവിങ്സിനായിട്ട് മാറ്റിവെക്കുക. അത് നിങ്ങളുടെ സാലറിയാണ്, നിങ്ങളുടെ ഭാവിയുടെ ശമ്പളമാണത്. നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ചെറിയ തുക ആയാലും മതി. പക്ഷെ ആ ഒരു ശീലമുണ്ടല്ലോ, മാറ്റിവെക്കുക എന്നുള്ള ആ ഒരു ശീലം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കരുത്. പലരും എന്താ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളിന് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി കൂട്ടി വെക്കാറുണ്ടല്ലേ. ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളതാണോ, അതോ ഞാൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ വാങ്ങുന്നത്? ഓർക്കുക, എപ്പോഴും ഒരു വില കൂടിയ ഫോണ് എന്ന് പറയുന്നത് ഒരു സമ്പത്തല്ല. കടമില്ലാത്ത മനസ്സ് അത് ഏറ്റവും വലിയ സമ്പത്താണ്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, ഓരോ രൂപയ്ക്കും ഓരോ ജോലി കൊടുത്തു നോക്കിയേ. അതെങ്ങനെയാ? പണം എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിക്കരുത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നിലേക്ക് പൈസ വരുന്നുണ്ട്, പക്ഷെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. അത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പണം നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ പണത്തെ നിയന്ത്രിക്കണം. ഒരു ലളിതമായ ബജറ്റ് നമ്മൾ തയ്യാറാക്കണം. ചെലവ്, അതായത് വീടിന്റെ ചെലവ്, ഭക്ഷണം, യാത്ര, സേവിങ്സ്, എമർജൻസി ഫണ്ട്, കുടുംബം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇതൊക്കെ നമ്മളൊരു ബജറ്റ് തയ്യാറാക്കി വെക്കണം. ഈ ഒരു ബജറ്റ് ഇല്ലാത്ത, ഒരു പ്ലാൻ ഇല്ലാത്ത പണം വളരെ വേഗം ഇല്ലാതാകും. അതുപോലെ തന്നെ വേറൊരു പാഠം എന്ന് പറയുന്നത്, ചെലവ് കുറയ്ക്കുന്നതിനോടൊപ്പം വരുമാനം കൂട്ടാനായിട്ട് ശ്രമിക്കുക. ചെലവ് കുറച്ചത് കൊണ്ട് മാത്രം ജീവിതം മാറില്ല, വരുമാനവും കൂടണം. എങ്ങനെയാ നമുക്ക് വരുമാനം കൂട്ടാൻ പറ്റുന്നത്? പുതിയൊരു സ്കില്ല് പഠിക്കുക. ഒരു 3 മന്തോ 6 മന്തോ ഉള്ള ഒരു സ്കില്ല് പഠിക്കുക. എന്നിട്ട് ആ സ്കില്ല് കൊണ്ട് നിങ്ങൾ സൈഡായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക.
ഒരു ഓൺലൈനിൽ നിങ്ങൾ വർക്ക് ചെയ്യും, അതിലൂടെ ഒരുപാട് പേർക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുക, അവരും രക്ഷപ്പെടട്ടെ, അതിനോടൊപ്പം നിങ്ങളുടെ വരുമാനവും കൂടട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ അറിയാതെ പോകുന്നതാണ്. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് വളരെ വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാം അല്ലെ, എപ്പോഴും കടന്നു വരാം. അത് പല രൂപത്തിലും വരാം. അസുഖം, ജോലി നഷ്ടപ്പെടാം, കാറിന്റെ റിപ്പയർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ കാറിന്റെ റിപ്പയർ വരാം, കുടുംബത്തിലെ ഓരോരോ ആവശ്യങ്ങൾ, ഇവയെല്ലാം സംഭവിക്കാം. അതിനാണ് നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ദിവസത്തെ ചെലവ്, പിന്നെ ഒരാഴ്ചയിലെ ചെലവ്, പിന്നെ ഒരു മാസത്തെ ചെലവ്, പിന്നെ ഒരു 6 മാസത്തെ ചെലവ്, പിന്നെ ഒരു വർഷത്തെ ചെലവ്. അങ്ങനെ വേണം നമ്മൾ എമർജൻസി ഫണ്ട് കരുതി വെക്കാനുള്ളത്. അങ്ങനെ നമ്മൾ എമർജൻസി ഫണ്ട് കരുതി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ വന്നാലും അത് നമ്മളെ തളർത്തില്ല. നമ്മൾ അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പലരോടും ഇങ്ങനെ ഇതൊന്നും ഇല്ല എങ്കിൽ പലരോടും എരന്നു വാങ്ങിയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അവസാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, സമ്പന്നനാകാൻ വലിയ ശമ്പളം മാത്രം പോരാ, ശരിയായ ശീലങ്ങൾ വേണം. ഓരോ മാസവും നിങ്ങൾ തീരുമാനിക്കുക, ഒരു അനാവശ്യ ചെലവ് ഈ മാസം ഞാൻ ഒഴിവാക്കും. കുടുംബത്തോടൊപ്പം ആലോചിക്കുക, ഏത് അനാവശ്യ ചെലവാണ് ഈ മാസം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, എന്നിട്ട് ആ ഒരു കാര്യത്തിനുള്ള ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ആ തുക സേവ് ചെയ്തിട്ട് ഒരു പുതിയ സ്കില്ല് പഠിക്കാനായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യൂ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങളാണ് നാളെ നമ്മുടെ വലിയ നേട്ടത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കാനുള്ളത്, പണം നിങ്ങളെ നിയന്ത്രിക്കരുത്, പകരം നിങ്ങൾ പണത്തെ നിയന്ത്രിക്കണം. അതാവട്ടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ഒരു കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തൂ. എന്താണെന്നറിയോ? ഇന്നു മുതൽ എന്റെ പണത്തെ ഞാൻ നിയന്ത്രിക്കും എന്നുള്ള ഒരു കമന്റ്. എപ്പോഴും ഓർക്കുക, ശമ്പളം നിങ്ങളുടെ ജീവിതം മാറ്റില്ല, നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. തീർച്ചയായിട്ടും എന്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. താങ്ക് യു.